ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. ഇരട്ടിയാർ പാലത്തിന് സമീപം സമരം നടത്തിയ ശേഷമാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി കട്ടപ്പന PWD ഓഫീസിലേക്ക് എത്തിയത്. അപകടാവസ്ഥയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം ഇന്നലെ മുതൽ നിരോധിച്ചിരുന്നു. ചെറുവാഹനങ്ങളെങ്കിലും കടത്തിവിടുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. വർഷങ്ങളായി അപകടാവസ്ഥയിലായിരുന്ന പാലം ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ അപ്രോച്ച് റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ കൂടുതൽ അപകടാവസ്ഥയിലായി. പാലം പുനർനിർമ്മിക്കുവാൻ മുൻപ് ബജറ്റിൽ തുക വകയിരുത്തിയെന്ന പ്രഖ്യാപനങ്ങളുണ്ടായെങ്കിലും നടപ്പാക്കാത്തതാണ് ഇപ്പോഴത്തെ അപകടാവസ്ഥയ്ക്ക് കാരണമെന്നാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം. പാലം നിർമ്മാണം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുക്കിയെന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഇരട്ടിയാർ ടൗണിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ പാലത്തിലേക്ക് എത്തിയത്. തുടർന്ന് നടന്ന സമരം DCC സെക്രട്ടറി ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു. പാലം തകർന്ന് ഇതുവഴിയുള്ള ഗതാഗതം അസാധ്യമായ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സമരവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ 2017 മുതൽ ബജറ്റിൽ ഈ പാലത്തിന് ഫണ്ട് അനുവദിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാലത്തിന് രണ്ട് സൈഡിലും MM മണിയുടെയും പിണറായി വിജയൻ്റെയും ഫോട്ടോ വെച്ചുകൊണ്ട് ഫ്ലെക്സ് അടിച്ചു വെച്ചത് ഈ വഴി കടന്നുപോയ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. 3 വർഷം അടുപ്പിച്ച് ഇതുപോലെ ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ കണ്ടു. 2017 കഴിഞ്ഞ് ഇപ്പം 7 വർഷം പിന്നിടുന്നു. ഈ 7 വർഷത്തിനിടയ്ക്ക് ഈ അനുവദിച്ച ഫണ്ട് എവിടെ? ശാന്തിഗ്രാം പാലം പുനർനിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ച കോടികൾ എവിടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ബോർഡ് വെക്കുകയും എന്നാൽ നയാ പൈസ പോലും ഫണ്ട് അനുവദിക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം. മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറി YC സ്റ്റീഫൻ, റെജി പുലിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രവർത്തകർ കട്ടപ്പന PWD അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കാര്യാലയം ഉപരോധിച്ചു. പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടത്തിവിടാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെയും ആവശ്യം. നിലവിൽ ഇരുചക്രവാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടത്തിവിടുന്നുള്ളൂ. ഉദ്യോഗസ്ഥർ അലംഭാവപൂർവമായ നടപടിയാണ് സ്വീകരിക്കുന്നതെന്നാണ് പ്രവർത്തകരുടെയും ആരോപണം. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.